ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. രസം പൗഡറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാം. ഓണമൊക്കെ വരികയല്ലേ, ഇപ്പോൾ ഓണത്തിനൊക്കെ പെട്ടെന്ന് ഒരു രസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഒരു രസം പൗഡറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുമ്പ് ഒരു സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു കേട്ടോ. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ അതും നമുക്ക് ഓണത്തിന് തയ്യാറാക്കി വെക്കാം. ഓണത്തിന് മുന്നോടിയായിട്ട് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇതിന് ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഈ ഒരു കപ്പിന് 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ 1 കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 3/4 കപ്പുണ്ട് ഉഴുന്ന് പരിപ്പാണ്. അതുപോലെ തന്നെ 3/4 കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 25 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുളക് ഇച്ചിരി ചെറിയ മുളകാണ്, 25 എടുത്തിട്ടുണ്ട്. ഇത് 2 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി 2 കുടം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർ ഇതങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞളും കായവുമാണ്. അപ്പം നമുക്ക് പൊടിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. കായം നമ്മൾ രസം ഉണ്ടാക്കുന്ന സമയത്താണ് ചേർക്കുന്നത് കേട്ടോ. നേരത്തെ ചേർത്ത് വെച്ചാൽ കായത്തിൻ്റെ ആ മണമൊക്കെ ആ ഫ്ലേവറൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് കായം നമുക്ക് രസം ഉണ്ടാക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വറുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുളക് വറുക്കാം കേട്ടോ. ഒരുപാടങ്ങ് കരിയണ്ട, നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ പൊടിക്ക് കിട്ടണം, അത്രയും ചൂടായാൽ മതി. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ വെളുത്തുള്ളിയിലുള്ള വെള്ളമയം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പറ്റി മൂത്ത് കിട്ടും കേട്ടോ. അതിനാണ് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക, അത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചുവന്ന് കിട്ടണം, ആ പരുവത്തിലൊന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പും ഒന്ന് ചുമന്ന് വന്നിട്ടുള്ളൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് മാറ്റാം. അടുത്തായിട്ട് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അങ്ങ് കുറച്ച് വെച്ച് ചൂടാക്കി എടുക്കാം. അതൊന്ന് ചുമന്ന് കിട്ടിയാൽ മതി. ഉഴുന്ന് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. അടുത്തായിട്ട് കുരുമുളകാണ്, അതൊന്ന് ചൂടാക്കി എടുക്കാം. കുരുമുളക് മൂത്ത് വന്നിട്ടുണ്ട്, മണമൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാം. ഞാൻ അടുത്തതായിട്ട് ഇടുന്നത് മല്ലിയാണ് കേട്ടോ. ഇത് ഓരോന്ന് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നോരോന്ന് എനിക്ക് കൈ കിട്ടുന്നതനുസരിച്ച് ഇട്ട് വറുത്തെടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലത് മൂത്തു, ചിലത് കരിഞ്ഞു, ചിലത് മൂക്കാതിരിക്കും, അങ്ങനെ പല പരുവായി പോകും. ഇത് ഓരോന്നാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മല്ലി മൂത്ത് വന്നിട്ടുണ്ട്, ഇത് മാറ്റാം. അടുത്ത ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ജീരകം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഉലുവയൊക്കെ കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ജീരകം മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ 2 പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് വെള്ളമെല്ലാം വറ്റി ഒന്ന് ഒരുമരാന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിത് കഴുകി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, വിഷമൊന്നും ഉള്ളതല്ല. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ.
കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമുക്കിതെല്ലാം ഒന്ന് ചൂടാറണം. അപ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത്രയും കേട്ടോ. ഇതൊന്ന് ചൂട് മാറി വരട്ടെ. മസാല എല്ലാം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം അതിനകത്ത് ചേർത്തിട്ടില്ല, മഞ്ഞൾ. അപ്പോൾ അതിന് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കളർ നോക്കിയിട്ട് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ രസം തയ്യാറാക്കുമ്പോഴാണ് കായപ്പൊടി ചേർക്കുന്നത് കേട്ടോ. കട്ടിക്കായമാണെങ്കിൽ നമുക്ക് വറുത്ത് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിയായിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് രസം ഉണ്ടാക്കുമ്പോൾ ചേർത്തെടുക്കുന്നതാണ് ബെറ്റർ. കാര്യം വെച്ചാൽ നല്ല ഫ്ലേവർ കിട്ടും. നമ്മളിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല കറക്റ്റ് കളർ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് തണുക്കണം. തണുക്കുമ്പോൾ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഇത് ചേർത്ത് കുറച്ച് രസം ഞാൻ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കണമെന്നില്ല, ഞാനൊരു വെറൈറ്റി രീതിയിലാണിത് തയ്യാറാക്കാൻ പോകുന്നത്. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആ രീതിയിൽ ഉപയോഗിച്ചാൽ മതി. ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പം ഞാൻ രസം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു 5-6 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉള്ളി ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. എനിക്ക് ഉള്ളി ചേർത്ത് രസം ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ ഉള്ളി ഞാൻ എപ്പോഴും രസത്തിന് ഇച്ചിരി കൂടുതൽ ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ 7 ഉള്ളി ഉണ്ടെന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് പുളി. തക്കാളി ഇതെല്ലാം വേണമെന്നില്ല, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർക്കുക. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലർക്ക് ചിലതിൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കട്ടെ. നമ്മൾ ചതച്ചെടുത്ത സാധനമെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു പാത്രത്തിലിട്ട്. പിന്നെ പുളി പിഴിഞ്ഞത് അത് ഒഴിച്ച് വെക്കാം. നമ്മളുടെ പൊടിയുണ്ടല്ലോ, പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. വെള്ളം പോരാൻ തോന്നുന്നു, അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ച വെള്ളം കുറച്ചുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണം, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. രസം ഇച്ചിരി നീണ്ടിരിക്കണമല്ലോ അത്. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ കണ്ടോ. ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ രസം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഞാനൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതിൽ ഞാൻ അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കുകയാണ്. അരിയൊന്നും വേണ്ടാന്ന് വെച്ചാൽ രസം ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുറുകിയിരിക്കുകയല്ല, അതിൻ്റെ കൊന്തെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി, മല്ലിയില്ല, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കും, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. സ്റ്റവ് ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ചൂടാക്കി എടുക്കും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. ലാസ്റ്റിനകത്ത് കുറച്ച്, നമ്മളിതുവരെ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ, ഇച്ചിരി കടുക് വറുത്ത് വെച്ചു. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ രസം പൗഡർ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടേ, പൗഡർ കണ്ട ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാം, ചീത്തയാകത്തില്ല കേട്ടോ പെട്ടെന്ന്. സാമ്പാർ പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നതും ഒന്ന് കണ്ടു നോക്കണേ, അപ്പം നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ രസം പൗഡറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക് യു.